அப்பா அப்பா ஐயப்பா என்னடா அது அந்த மாதிரி சாங் இருக்கு இல்லையா? ஐயோ മൈൻഡി അവൻ നിൽക്കുന്ന ഇടം കറക്റ്റാ പാത്തുക്കണം. അന്നത്തെ മാതിരി കുളമാക്കരുത്. അന്നൊക്കെ നീങ്ക താനേ കുളപ്പാക്കിയത്. വേണ്ടേ, എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ബാക്കിയുള്ളവന്റെ കിഡ്നിയാ കലങ്ങിയത്. നീ ഒന്ന് കയറെടുത്ത് കാലിട്ട് തന്നപ്പോഴേ ഞാൻ വിചാരിച്ചതാ പടുപാടി. അപ്പൊ എന്നോട് കാര്യം എനിക്ക് ഉட்கார முடியாது, സൈക്കിൾ ഓട്ടം முடியாது, இதுக்கு முடியாது, இதுக்கு முடியாது, இதுக்கு. அப்ப சமாசமம். இப்ப எனக்கு கிட்னி போச்சு, உனக்கு குண்டி போச்சு. போச்சன்னா ஒண்ணுமே இல்ல. பார்க்கணுமா? ஒண்ணுமே இல்ல. என்னடா இது? இப்ப உன்னை பார்த்தா கதகளி நடன்மார அடிச்சிட்டே போயிடும். அது கூட போனா இதுக்கு ஒண்ணுமே இல்ல சார். പാവയ്ക്കയുടെ സൈസും ക്വാളിറ്റിയും നോക്കി മോഷ്ടിക്കുന്ന ഇവൾ എവിടെ നിന്ന് കള്ളിയായിരിക്കും? ഇവളിന്ന് ആരടി നീ? നീയോ കള്ളി? നിനക്ക് കിട്ടുന്ന ശമ്പളം പോരാഞ്ഞിട്ട് നീ ഇവിടുത്തെ പാവയ്ക്ക് കട്ടുവെക്കലടി പെരുങ്കള്ളി. ഞാൻ കട്ടൊന്നല്ല, ഇത് ബംഗ്ലാവിലേക്കാ. അമ്മച്ചിമാർക്ക് പാവയ്ക്ക ജ്യൂസ് കുടിക്കട്ടെ. നിന്റെ പുറം പള്ളിപ്പുറമല്ല, നിന്റെ പുറത്തെ പള്ളി പണി കൂടി. ഇനി എന്റെ അനുവാദം തോട്ടത്തിൽ കയറിയാ ഏത് തോട്ടോ ഞാൻ കേറും. എന്റെ പാവയ്ക്ക, എന്റെ പാവയ്ക്ക പിടിച്ചാണോട് കളിക്കണേ. എന്റെ പാവയ്ക്ക கொஞ்சம் நேரம் ഞാൻ പാക്കസി. ക്ലൈമാക്സ് ആച്ചാ ഇല്ലല്ലേ? കാണിക്കരുത്. ഇത് ഞാൻ അമ്മച്ചിമാരോട് പറയടാ ദുഷ്ട. മാതാവേ, എല്ലാം കഴിഞ്ഞെന്നാ തോന്നണത്. கொஞ்சம் பேலன்ஸ் இருக்கு. ആസാനെ മണ്ണ് കിടച്ചാച്ചി. വേണ്ടടാ, മണ്ണും മുടിയൊന്നും വേണ്ട. ഇവനെ പൊളിച്ചടക്കാൻ ഇതിലും വലിയ കൂടോത്രം എന്റെ കയ്യിലുണ്ട്. ഇവനെ ശരിയാക്കയില്ല. പിടിച്ചു, കയ്യോടെ പിടിച്ചു. എന്നാ പിടിച്ച? നമ്മുടെ പാവയ്ക്ക തോട്ടത്തിലെ. എന്നതാ തോട്ടത്തിന് പന്നിയെ പിടിച്ചോ? ആ പന്നിയല്ല, ഇതൊരു അറാം പറഞ്ഞ പന്നി. പെണ്ണിനെ പിടിക്കാൻ വന്ന പന്നി. പെണ്ണിനെ പിടിക്കാനോ? എന്നതായി പറയുന്നേ? കാര്യം തെളിച്ചു പറയടോ. പറയാം. താഴത്തും തലയിലും വെക്കാതെ രണ്ടാളും കൂടി എഴുന്നള്ളിച്ചൊരു പുണ്യാളച്ചനെ രൂപ കൂട്ടി വെച്ചിട്ടില്ലേ, ആ പീഡന പുണ്യാളിനെ കയ്യും കളവുമായി കയ്യോടെ പിടിച്ചു. രണ്ടാളും കൂടി ഇങ്ങനെ തുന്നിക്കൊണ്ടിരുന്നോ അവിടെ പാവയ്ക്ക തോട്ടത്തില്. അവര് രണ്ടുപേരും കൂടി ആദമവൻ കളിക്കുക. വിലക്കപ്പെട്ട പാവയ്ക്കാൻ പൊട്ടിച്ചു ആവോ. ഉടനെ അവന് ആനാമ്പള്ളം തെളിച്ച് പുറത്താക്കിയില്ലെങ്കിൽ ഒരു തൊട്ടിലും കെട്ടി രണ്ടാളും കൂടി ഇരുന്ന് താമര കണ്ണൂറ എന്ന് പാടേണ്ടി വരും. ഓ, എനിക്കൊന്നും മനസ്സിലാവുന്നു. അപ്പൊ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലായില്ലേ? പുന്നാര സോമന സോഫി പെണ്ണും കൂടി പാവയ്ക്ക തോട്ടത്തില്. അല്ല, ഞാനിതെങ്ങനെ പറയും? കൊല്ലം കുറെ ആയല്ലോ മാത്തൂട്ടി ഇങ്ങനെ തോട്ടം നിറഞ്ഞ് നിൽക്കാൻ തുടങ്ങിയിട്ട്. ഇന്നേ വരെ ഒരു പെണ്ണിന്റെ മുഖത്ത് നോക്കിയിട്ടുണ്ടോ? അതെന്താ? എല്ലാവരും എന്നെ കാണുമ്പോ തിരിഞ്ഞേക്കും. എന്നതാ നീ പറഞ്ഞു വരുന്നേ? വിശ്വാസം അല്ലെങ്കിൽ കണ്ണിലേക്ക് നോക്കേ. പാവയ്ക്ക തോട്ടം കണ്ട? രണ്ട് പാവയ്ക്ക തൂങ്ങിക്കിടക്കണ? അത് പാവയ്ക്കല്ലടോ, ഞങ്ങള് രണ്ടാളുവാ. നിങ്ങൾ എപ്പോഴാ കർത്താവ് ഈ കണ്ണിലേക്ക് കയറിയത്? നിക്ക്, വാ ഇവിടെ. നീയും അവനും തമ്മില് എന്നായിരുന്നു തോട്ടത്തില്? എവിടെ മിസ്റ്റർ
ആദം സോളമൻ ഞാനിവിടെ ഉണ്ട്. തോട്ടത്തില് പച്ചക്കറി വെക്കാൻ ആരോ കേറിയതാണെന്ന് സംശയിച്ച് ഞാൻ ചെന്ന് നോക്കിയപ്പോ വേണ്ട 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 കള്ളത്തറൊന്നും പറയണ്ട. ആ അവന്റെ കവളത്ത് കണ്ട അവളുടെ ചുണ്ടത്തേക്കണ പെരി. അയ്യോ ഇത് പാവയ്ക്കടെ. ആ പാവയ്ക്കത്തോട്ടത്തിൽ കണ്ട് 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 കണ്ട്. കീരിയും പാമ്പും ആയിരുന്നല്ലോ രണ്ടാളും. ഓ ഞങ്ങളുടെ മുമ്പിൽ അഭിനയിക്കായിരുന്നല്ലയോ? അമ്മ ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഈ പോത്തൂട്ടി ഈ പോത്തിന്റെ- അല്ല, മാത്തൂട്ടി പറയുന്നൊന്നും കേക്കല്ലേ. ഒന്നും പറയണ്ട. ദേണ്ടേ, രണ്ടു പേർക്കും അങ്ങ് ഇഷ്ടമാണെങ്കിൽ അത് ഞങ്ങൾ നടത്തി തരും. മനസ്സിലായോ? അമ്മേ ഏ ഗ്യാസിന്റെ ഒരു- അമ്മേ ഞാനും ഈ കുട്ടിയും തമ്മിൽ ഉരുളണ്ട ഉരുളണ്ട. ഇനി വല്ല കുറുമ്പും കാണിച്ചാലേ രണ്ടെണ്ണത്തിന് നല്ല പെട കിട്ടും. സത്യത്തിൽ എന്തുണ്ടായെന്നറിയോ? വിശദീകരണം ഒന്നും വേണ്ട. പൊയ്ക്കോ പൊയ്ക്കോ, രണ്ടുപേരും പൊയ്ക്കോ. അല്ല അന്ന കൊച്ചമ്മ മണ്ടനും പൊയ്ക്കോ. പോയി. പോയ കാര്യം എന്നാ ചെയ്യാസാനെ കുണ്ടി പോയാച്ചി. ഞാൻ അന്നേ നിന്നോട് പറഞ്ഞിട്ടില്ല ഒരു നല്ല കാര്യത്തിൽ പോകുമ്പോഴെങ്കിലും ജഡ്ഡി ഇടണമെന്ന്. എനിക്ക് ചിന്ന വയസ്സിലിരുന്ന് ജെട്ടി അലർച്ചി. ചോളവും പ്രശ്നം എന്നാച്ചി ആസാനെ. മണ്ണും മുടിയും മാത്രമല്ല അവന്റെ കുടലും പണ്ടെടുത്താൽ പോലും അവനൊരു ചുക്കും ചെയ്യാൻ പറ്റില്ല. ആ കിളവി തള്ളമാര് അവന്റെ ആ പെണ്ണിന്റെ കൂടി 16 അടിയന്തരം നടത്താൻ പോയാണ്. അപ്പടിയാ ആ. സാപ്പാട് കിടക്കുവാ. അയ്യോ ചാപ്പാട് മാത്രം നിനക്ക് അലർജി ഇല്ല അല്ലേ? അറിവ് കെട്ട മുണ്ടം. ഓ, ഓ. എനിക്ക് പോയില്ല ആസാനെ. മാത്തുക്കുട്ടി പറഞ്ഞതില് വല്ല നേരും ഉണ്ടെന്ന് അന്നച്ചിക്ക് തോന്നുന്നുണ്ടോ? ഏയ് സോമൻ അങ്ങനൊന്നും ചെയ്യേല. പിന്നെ എന്നാത്തിനാ ഇത്രയ്ക്ക് അങ്ങ് ചൂടായത്? അവര് തമ്മിൽ നല്ല ചേർച്ചയാ അല്ലയോടി? ആ അപ്പോ മനസ്സിലേതാണ്ട് കരുതിയേച്ചാ അല്ലയോ? ഉം. ദേ, ഇത് വായിക്കരുത് കേട്ടോ. അന്ന ടീച്ചർ നിധി പോലെ സൂക്ഷിക്കുന്ന സാധന ആരും എടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. തന്നോടാ പറഞ്ഞത്. തനിക്കിത് ചെവി കേട്ടൂടെ? അന്നേച്ചി എന്നാ ചിരിക്കുന്നേ? ഞാൻ ഓർക്കായിരുന്നു. സോമനെയും സോഫിയെയും കുറിച്ചല്ലയോ? ഞാനും അത് തന്നെ ഓർത്തോണ്ടിരിക്കുവായിരുന്നു. അവര് കുടുംബവും കുഞ്ഞുങ്ങളുമായിട്ട് ഈ വീട്ടില്. ഓർക്കുമ്പോ കൊതിയാവുന്നു. ആ നമുക്ക് പാലയ്ക്കൽ അച്ഛനോട് പറഞ്ഞ് അവരുടെ കല്യാണം അങ്ങ് നടത്തിയേക്കാം അല്ലയോടി? ഞാനും അത് പറയാൻ തുടങ്ങുമായിരുന്നു. ആ ആട്ടെ, നീ എന്നാ സ്ത്രീധനം തരും? എന്നതാ? നിന്റെ മോളെ കെട്ടുന്നതിന് എന്റെ മോൻ എന്നാ സ്ത്രീധനം തരുമെന്ന്. ആഹാ, അപ്പൊ അങ്ങനെയാന്നോ? അവനെ ഒറ്റയ്ക്കങ്ങ് ദത്തെടുത്തോ? സോഫിയ നീ എടുത്തേക്കല്ലേ? എന്നാ കേട്ടോ, എന്റെ പേരിലുള്ളത് മുഴുവൻ അവക്കുള്ളതാ. പോരായോ? അതോ പയ്യന്റെ അമ്മയ്ക്ക് കൂടുതൽ ഡിമാൻഡ് ഉണ്ടോ? എന്തായത് രണ്ടുപേരും കൂടെ ഒരു കൈകൊട്ടിക്കളി? അച്ഛൻ ഇങ്ങോട്ടിരിക്കെ. അച്ഛൻ വന്നത് നന്നായി. ഞങ്ങൾ അങ്ങോട്ട് വന്നൊരു കാര്യം പറയാൻ ആലോചിക്കുകയായിരുന്നു. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. കുടിക്കാൻ മാത്രം ആക്കണ്ട, കഴിക്കാനും ആയിക്കോട്ടെ. അച്ഛൻ വരുന്നത് കണ്ടപ്പോഴേ വെള്ളം അടുപ്പത്ത് വെച്ചതാ, തിളച്ചു. ചേട്ടത്തി ഒന്ന് എളുപ്പമായിക്കോട്ടെ. കേക്ക് വല്ലതും ഇരിപ്പുണ്ടോ? ആ തിന്നാൻ പറ്റാത്ത സാധനങ്ങൾക്കാണല്ലോ ആർത്തി കൂടുതല്. മധുരം ഉള്ളത് വല്ലതും തന്നൂന്ന് ആ സോഫി കൊച്ചറിഞ്ഞാ. ഞങ്ങൾക്ക് തിന്നാനല്ല, അച്ഛനാ. അതൊക്കെ ഞാൻ അവിടെ കൊണ്ടുതരാം. വെറുതെ ഓടി നടന്ന് കാലിന് മസിൽ കയറ്റണ്ട. അല്ല, അവര് തമ്മിൽ ഇങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടോ എന്നുള്ളത് ആർക്കറിയാം? അവരോട് ചോദിച്ചോ? അതൊക്കെ മനസ്സമ്മതത്തിന് അച്ഛനങ്ങ് ചോദിച്ചാ മതി. അല്ല, ഇനിയിപ്പോ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഇവിടെ ഇരുന്ന് സ്വപ്നം കണ്ടാ മതിയോ? അവർക്ക് ചോദിക്കാനും പറയുന്ന ആൾക്കാരില്ലേ? അവർക്ക് സമ്മതമല്ലെങ്കിലോ? ഞങ്ങൾക്കുള്ളത് മുഴുവൻ അവർക്കാ. സ്വത്തല്ലല്ലോ പ്രശ്നം. അവരോടൊക്കെ ഒന്ന് ആലോചിച്ചിട്ട് പോരെ ഈ ആകാശക്കോട്ട കെട്ടാൻ. ആ സോമൻ എവിടെ?
കൊറേ നേരമായല്ലോ തുടങ്ങിയിട്ട്. എന്ത് കാണാനാ? ഈ വേഷത്തിൽ കാണാൻ നല്ല ഭംഗിയാ. ഓഹോ, അപ്പൊ പെണ്ണുങ്ങളുടെ ഭംഗി കാണാൻ ഇറങ്ങിയതാണല്ലേ? അങ്ങനെ എല്ലാവരുടെ ഇല്ല. പിന്നെ അപ്പോ അല്ല, ഒന്ന് ചോദിച്ചോട്ടെ, സോഫിക്ക് ഏറ്റവും ഇഷ്ടം ആരോടാ? എനിക്ക് എല്ലാവരും ഇഷ്ടാ. ആ. ടീച്ചർമാരെ, ഓ. മാത്തുക്കുട്ടിയെ, ഓ. കിക്കിലി ചേർത്തിയെ, ആ. പിന്നെ ഞെ, ഞെ. ഈ പുഴയെ, ഏ? ഇവിടുത്തെ തണുത്ത കാറ്റിനെ. അതല്ല, ബംഗ്ലാവിലെ സോഫിക്ക് ഏറ്റവും ഇഷ്ടമുള്ള. ഓ അതോ? പറയട്ടെ. പറയെന്റെ മോളെ. എന്ത്? പറയ് എന്റെ മോളെ എന്നാ. എന്റെ ചാർലിയോടാ. ചാർലിയോ? അതാരാ? എന്റെ പൂച്ച. അയ്യേ, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. എന്നാ പറ, ഞാൻ പിന്നെ ആരെയാ ഇഷ്ടപ്പെടേണ്ടത്? അത് പിന്നെ സത്യം പറഞ്ഞ ടീച്ചർമാരെന്ന് പറഞ്ഞപ്പോ മുതൽ തുടങ്ങിയതാ മനസ്സിനകത്തൊരു. അയ്യടാ, ദേ ടീച്ചർമാര് പറയുന്ന കേട്ട് എന്റെ അടുത്ത് വെളച്ചിലും കൊണ്ട് വന്നാലുണ്ടല്ലോ. സോഫി വേണ്ട, എന്തിനേ ജാട? എനിക്കറിയാം. എന്ത്? സോഫി, ബി സീരിയസ്. ഞാൻ ഉദ്ദേശിച്ച്. മനസ്സിലായി. അതിന് ഇത്രയും വളഞ്ഞു മൂക്ക് പിടിക്കേണ്ട കാര്യമുണ്ടോ സാറേ? അത് പിന്നെ എനിക്ക് ആദ്യമായിട്ടാ ഇങ്ങനെ ഒരു. ഓക്കെ, വളക്കാതെ ചോദിക്കാം. സോഫിക്ക് എന്നോട്. സോറി. സോഫി തമാശകളാ. തമാശയല്ല, ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞതാ. വേറെ ആരെങ്കിലും? അതുകൊണ്ടല്ല, എനിക്കെന്റെ ലൈഫിൽ ചില ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട്. ആ, അത് വേണം, അത് വേണം. ലക്ഷ്യങ്ങളൊക്കെ എനിക്കുണ്ട്. അത് കഴിഞ്ഞിട്ട്. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ആരെങ്കിലും ഇഷ്ടപ്പെടണോ, കുടുംബമായിട്ട് ജീവിക്കണോ, അതോ മൂക്കി പഞ്ഞിയും കയ്യെ കുരിശും വെച്ച് പെട്ടി തന്നെ കിടന്നുറങ്ങണോ തീരുമാനിക്കാൻ. അയ്യേ, ഇതൊക്കെ മനസ്സിൽ വെച്ചോണ്ടിരിക്ക. സോറി, ഞാൻ അന്നത്തെ ദേഷ്യത്തിൽ അതൊക്കെ സോമകുഞ്ഞേ, പറഞ്ഞിട്ട്. ചേച്ചി വന്നിട്ടുണ്ട്, വേഗം വാ. ആട്ടെ, സോമന്റെയും സോഫിയുടെയും കാര്യത്തിൽ ട്രീസയുടെ അഭിപ്രായം എന്താ? അതിപ്പോ ഞാൻ എങ്ങനെയാ? ഓ, പിടികൊടുക്കാതെ ഒളിച്ചു നടക്കുകയാണല്ലേ? സീരിയസ് ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ട്. ചേച്ചി ഒന്നും വന്നേ. ഓടിക്കതച്ച് വന്നതല്ലേ, വിവരങ്ങൾ അറിയാൻ തിരക്കുണ്ടാവും. ചെല്ലേ. അച്ഛോ, അച്ഛനൊന്ന് അവളോട് പേഴ്സണലായി ചോദിക്കേ. ഞങ്ങളുടെ പ്രസൻസിൽ അവക്ക് ഒരു തീരുമാനം എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും.